ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്നവരാണ്, സ്റ്റോറി ഇടാൻ ഉപയോഗിക്കുന്നവരാണ്, ഫോട്ടോ നോക്കാൻ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണല്ലേ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മെസ്സേജ് അയക്കാൻ, ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ മെസ്സേജ് അയക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പ് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആണ്, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറെ മെസ്സേജ് അയക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയാൽ എനിക്ക് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല. അപ്പൊ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട കൂട്ടുകാരന്മാരൊക്കെ, നമ്മൾക്ക് അറിയാവുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കും. പക്ഷെ അവർക്ക് തിരിച്ച് റിപ്ലൈ നൽകാൻ നമുക്ക് സമയം വൈകും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ട്രിക്കാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന, റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ഇത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ കാണുന്നതിന് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഓട്ടോ റെസ്പോണ്ടർ എന്നാണ്, IG എന്ന് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ പെർമിഷൻ ആലോ ചെയ്യണം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആലോ കൊടുക്കുക. ഇനി നമ്മൾ ബേക്ക് ഇറങ്ങുക. ബേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ചു തരാം. ബേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, കണ്ടോ, പെർമിഷൻ ആഡ്. എന്ന് നമുക്കിവിടെ കളർ ഇങ്ങനെ മാറിയുന്നൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എക്സിറ്റ് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഷെഡ്യൂൾഡ്, നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്താണോ അങ്ങോട്ട് കൊടുക്കേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്യണം. ഞാനിപ്പോൾ കൊടുക്കുകയാണ് ഐ ആം ബിസി എന്ന് കൊടുക്കുകയാണ്. ബിസി എന്ന് കൊടുത്തതിന് ശേഷം, അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സിമിലറിറ്റി മാച്ച് എന്നും കാണാൻ സാധിക്കും. നമുക്ക് അവിടെ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എക്സെക്റ്റ് മാച്ച് എന്നും കാണാൻ സാധിക്കും. എന്നാൽ നമ്മളവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഒരു തവണ നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ലേ, മൾട്ടിപ്ലൈ റിപ്ലൈ ഒരു തവണ കൊടുത്താൽ മതി. അത് വീണ്ടും കൊടുക്കണോ, ഇനി ഓളായിട്ട് കൊടുക്കണോ എന്നൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു. ഇനി നമുക്കിവിടെ കണക്റ്റ് യുവർ വെബ് എന്നൊക്കെ കാണാൻ സാധിക്കും. അത് നമുക്ക് വേണമെങ്കിൽ കണക്റ്റ് ആക്കിയാൽ മതി. അതൊക്കെ നിങ്ങൾ എന്നിട്ട് നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഷെഡ്യൂൾഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്നും കൂടി കൊടുക്കുക. ഐ ആം ബിസി എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ആഡ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ഇതാക്കി കളയുക, നമ്മൾ ബേക്ക് അടിച്ച് കളയുക. എന്നിട്ട് ചെറിയൊരു ആഡ് വന്നതിന് ശേഷം നമുക്കിവിടെ റിപ്ലൈ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാ റിസീവ് ഐ ആം ബിസി, സെൻഡ് ചെയ്യുമ്പോഴും ഐ ആം ബിസി എന്ന്, ഇങ്ങോട്ട് വരുമ്പോഴും ഐ ആം ബിസി, സെൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇതെന്ന്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും മെസ്സേജൊക്കെ നമുക്ക് അയക്കാം. ഇവിടെ റെസ്പോണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അങ്ങോട്ട് ഓട്ടോ റെസ്പോണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. സെറ്റിങ്സിലും കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അവർക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നമുക്ക് ചൂസ് IG വെർഷൻ എന്നൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പ്ലോർ എന്നൊക്കെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ഇമ്പോർട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെയും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതാക്കി വെക്കാവുന്നതാണ്. നമുക്കിതിൽ പിന്നെ വീണ്ടും മെസ്സേജൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ബേക്ക് അടിച്ച് കളഞ്ഞാൽ ഇത് ആക്റ്റീവാണ്. നമുക്കിനി ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തായാലും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ഓട്ടോ ആയിട്ട് റിപ്ലൈ പോകുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഓട്ടോ ആയിട്ട് റിപ്ലൈ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ പുതിയ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എന്റെ ചാനൽ മറക്കാത്തായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും, പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ആയിരിക്കും. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ.